അതുകൊണ്ടൊരു പുതിയാപ്പിളയും പുതൻ തന്നെ ചീത്ത പറയരുത് കുട്ടി പെണ്ണായതിനെ. പെണ്ണുങ്ങളത് പഠിച്ച ആണുങ്ങളെ പുലാക്കല്ലാങ്ങൾക്ക് ഒപ്പില്ലാത്തോണ്ടാ. നിങ്ങളപ്പം അപ്പൊ ചിലർക്ക് ആൺകുട്ടി വേണം, ചിലർക്ക് പെൺകുട്ടി വേണം, ചിലർക്ക് ആൺകുട്ടി മാത്രം മതി, ചിലർക്ക് പെൺകുട്ടി മാത്രം മതി, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ജെൻഡർ നിർണയം പുരുഷനാണ്. ഉത്തരേന്ത്യയിലൊക്കെ എത്രയോ സംഭവങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ? പെൺകുട്ടിയായിട്ട് പെണ്ണിനെ അത് ചെയ്തു, കൊല ചെയ്തു, വധിച്ചു, ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. സംഗതി പഠിച്ചാൽ പെണ്ണുങ്ങൾ ഒരു റോളും ചെയ്യുന്നില്ല ഇതിലൊക്കെ കാരണക്കാരൻ പുരുഷനാണ് നമ്മൾ പറയല്ല. പക്ഷേ പുരുഷന്റെ ബീജത്തിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. നടത്തുന്നത് അള്ളാഹുവാണ്. യഹബു ലിമൻ യശാഉ ഇനാസ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് മക്കളെ കൊടുക്കുന്നത്. കല്യാണം കഴിച്ച കുട്ടികളുണ്ടാവും അള്ളാഹു പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട കുട്ടികളുണ്ടാവും, ഒരു ഗ്യാരണ്ടി ഇല്ല. യഹബു ലിമൻ യശാ. ആർക്ക് കൊടുക്കണമെന്ന് അള്ളാഹ്ക്ക് തീരുമാനമുണ്ടോ അവർക്ക് കൊടുക്കും. വയഹബു ലിമൻ യശാഉ ദുകൂർ. ആർക്ക് കൊടുക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടോ അവർക്ക് അള്ളാഹു ആൺകുട്ടികളെ കൊടുക്കും. ആദ്യം പറഞ്ഞു പെൺകുട്ടികളെ കൊടുക്കും. അതുകൊണ്ടാണ് വാഹിലത്ത് ബിൻ അസ്ഖഅ റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്, ഒരു പെണ്ണിന് ആദ്യം ജനിക്കുന്ന കുട്ടി പെൺകുട്ടിയാണെങ്കിൽ മിൻ യുംനിൽ മർഅ, ആ പെണ്ണിന്റെ വലിയൊരു സൗഭാഗ്യമാണത്. ആദ്യം ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ. കാരണം അള്ളാഹു കുട്ടികളെ തരുമെന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞ വിഷയം പെൺകുട്ടിയെ തരുമെന്നാണ്. നമ്മളെന്താ പെൺകുട്ടിയാ? അങ്ങനെയല്ല പറയേണ്ടത്. അൽഹംദുലില്ലാ എന്നല്ലേ പറയേണ്ടത്. അൽഹംദുലില്ലാ എന്നല്ലേ പറയേണ്ടത്. യഹബു ലിമൻ യശാഉ ഇനാസ. ലിമൻ യശാ അല്ലാഹ് ഇടക്ക് പറയുന്നു. യഹബു ലിമൻ യശാ, ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ കൊടുക്കും. വയഹബു ലിമൻ യശാഉ ദുകൂറ, ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ മാത്രം കൊടുക്കും. വയഹബു ലിമൻ യശാ വഔ യുസവ്വിജുഹും ദുക്റാനം വഇനാസ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആൺകുട്ടിയും കൊടുക്കും പെൺകുട്ടിയും കൊടുക്കും. വയജ്അലു മൻ യശാഉ അഖീമ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കുട്ടികളെ കൊടുക്കൂല. നമ്മൾ എന്ത് ചെയ്താലും ഏതെല്ലാം അസ്ബാബുകൾ സ്വീകരിച്ചാലും അള്ളാഹുവിന്റെ ഖളാ ഇല്ലെങ്കിൽ കുട്ടികൾ ജനിക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് മക്കൾ വേണ്ട എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾക്ക് മക്കൾ ഉണ്ടാകുന്നുണ്ട്, മക്കൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകുന്നില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ ഇടപെടലുകളാണ്. മൻ യശാ, അള്ളാഹിന്റെ തീരുമാനമുണ്ടെങ്കിലേ നടക്കുള്ളൂ. അപ്പൊ നമ്മൾ ഒന്നും ഇതിൽ ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്തു? ഉമ്മയുടെ ഗർഭാശയത്തിലെ കുഞ്ഞ് വളരുന്ന ആ ഒരു പ്രോസസ് ഉമ്മ അറിയുന്നുണ്ടോ? ഗർഭാശയത്തിന്റെ ഭാരം പോലും അള്ളാഹു അറിയിക്കുന്നില്ല എന്നാണ്. 3-4 കിലോഗ്രാം ഭാരമുള്ളൊരു കുഞ്ഞിനെ ചുമന്ന് നടക്കുമ്പോൾ ആ ഉമ്മാക്ക് അത്രയും ഭാരം ചുമക്കുന്നതിന്റെ വിഷമം അറിയാത്ത രീതിയിലാണ് ശരീരത്തിന്റെ ഘടനകൾ മാറുന്നത്. പിതാവിന്റെ ധർമ്മം അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോടുകൂടി അവസാനിച്ചു. ബാക്കി നടക്കുന്ന മുഴുവൻ ഡെവലപ്മെന്റ് ആര് ചെയ്യുന്നു? അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ കാണുന്നില്ലേ? അന്നാ ഖലഖനാ, ആ കുഞ്ഞിനെ എന്തെല്ലാം കൊടുത്തിട്ടുണ്ട്, എന്തെല്ലാം നമ്മുടെ ശരീരത്തിന് ഉള്ളിലങ്ങ് നോക്കിയാൽ എന്തെല്ലാം നമ്മുടെ ഓരോ മൈന്യൂട്ട് ചെറിയ ചെറിയ ഞരമ്പുകൾ, നമ്മുടെ ബാലൻസ് കീപ്പ് ചെയ്യുന്ന 2 ലിക്വിഡുകൾ നമ്മുടെ ചെവിക്കുള്ളിൽ, നമ്മുടെ ബ്രെയിൻ, എത്ര കോംപ്ലിക്കേറ്റഡ് ആണ് മനുഷ്യന്റെ ബ്രെയിൻ, എത്ര സങ്കീർണമാണ്. ഇതൊക്കെ പടച്ചതാരാ? നീയാണോ? അല്ല, പിന്നെ പടച്ചൊരുത്തൻ വേണ്ടേ? ബിൽഡിംഗ് ഉണ്ടാക്കിയത് ഞാനാ, നീ പറഞ്ഞു. കാർ ഉണ്ടാക്കിയത് ഞാനാ. നിന്നെ പടച്ചതോ? അത് ഞാനാണ്. അന്നാ ഖലഖനാ. അതുകൊണ്ട് നീ അള്ളാഹുവിനെ നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ മനുഷ്യന് അള്ളാഹുവിന്റെ അസ്തിത്വം മനസ്സിലാക്കി കൊടുക്കുന്ന ആശയം മനുഷ്യന്റെ ജന്മമാണ്. അവലം യറൽ ഇൻസാൻ, ഇത് മനുഷ്യൻ കാണുന്നില്ലേ? അന്നാ ഖലഖനാഹു മിൻ നുത്ഫ, മനുഷ്യനെ പടച്ചത് സ്പേമിൽ നിന്നാണ്. ഫഇദാ ഹുവ ഖസീമും മുബീൻ, എന്നിട്ട് അവൻ വ്യക്തമായും തർക്കിക്കുന്നവനാണ്. ഖസീമും മുബീൻ, തർക്കിക്കാന്ന് പറഞ്ഞാൽ മതി. അത് മാത്രമല്ല, തർക്കിക്കുന്ന ആളിന് എന്താണ് തർക്ക വിഷയമെന്ന് അറിയാതിരിക്കുമ്പോൾ മുബീനാവൂല. ഒരു അധ്യാപകന് പഠിപ്പിക്കുന്ന വിഷയം അധ്യാപകനെ മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂല. എനിക്ക് മനസ്സിലാവാത്ത വിഷയം ഞാൻ 10,000 മണിക്കൂർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിയൂല, അത് എന്റെ കുഴപ്പമാണ്, നിങ്ങളെ കുഴപ്പമല്ല. എനിക്ക് തിരിയാതിരുന്നാൽ ഓഡിയൻസിന് തിരിയൂല. എനിക്ക് തിരിഞ്ഞത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലായത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റും. എനിക്ക് മനസ്സിലായില്ലെങ്കിലോ മനസ്സിലാവൂല. അതുകൊണ്ടാണ് അധ്യാപനം എന്നൊക്കെ പറയുന്നത് ഒരു സ്കില്ലാണ്. എല്ലാവർക്കും ടീച്ചറാവാൻ പറ്റൂല, എല്ലാവർക്കും അധ്യാപകനാവാനും പറ്റൂല. അത് സ്കിൽ, ഇൻസ്റ്റിങ്ക്റ്റ്, മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഒരു തരം അഭിരുചിയാണ്. അതുകൊണ്ട് മുബീനാവാതെ വരും, വ്യക്തതയില്ലാത്തതായിട്ട് വരും അധ്യാപനം. ആർഗ്യുമെന്റുകൾ വ്യക്തതയില്ലാത്തതായിട്ട് വരും. ആർഗ്യുമെന്റ് ചെയ്യുന്ന വിഷയം എന്താണെന്ന് മനസ്സിലാവാതിരുന്നാൽ. അല്ലാഹു തആല പറയുന്നത് മനുഷ്യൻ വ്യക്തമായ ആർഗ്യുമെന്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഫഇദാ ഹുവ ഖസീമും മുബീൻ,
അവൻ പച്ചയിൽ ചോദിക്കുന്നുണ്ട്, ഈ പടച്ചതിന് വല്ല ദൈവത്തിന്റെയും ആവശ്യമുണ്ടോ? ആ ചോദ്യം നമുക്ക് കേട്ടാൽ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവ്യക്തമായ ചോദ്യമല്ല, വളരെ വ്യക്തതയോടുകൂടെയുള്ള തർക്കം മനുഷ്യൻ ചെയ്യുന്നുവല്ലോ. ഇതെന്താ മനുഷ്യൻ ചെയ്യുന്നത്? മനുഷ്യൻ അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ, അവൻ കാണുന്നില്ലേ എന്ന വാക്കിന്റെ അർത്ഥം. കണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റും ചില ചിന്തകളിലൂടെ നമുക്ക് മനസ്സിലാവുന്ന വിഷയങ്ങൾ. അതുകൊണ്ടാ കാണുന്നില്ലേ എന്ന് ചോദിച്ചത്. നീ കണ്ടില്ലേ? അന്നാ ഖലഖന, നാമല്ലേ നിന്നെ പടച്ചത്. എന്നിട്ട് നീ വലുതായി കുഞ്ഞായി വന്നു, വളർന്നു വന്നു. ചെറിയ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ് നോക്കി എന്തൊരു രസമാണ്. ചെറിയ കുഞ്ഞുങ്ങൾ, അവർക്ക് ചെറിയ കുഞ്ഞു പല്ലുകൾ വരുന്നുണ്ട്, അത് താഴെ രണ്ടോ മേലെ രണ്ടോ ഓരോന്നോരോന്നായി മുളക്കുന്നുണ്ട്. പിന്നെ അവർ വർത്തമാനം പറയാൻ ചിരിക്കുന്നുണ്ട്, വർത്തമാനം പറയാൻ തുടങ്ങുന്നുണ്ട്. അവരുടേതായ എക്സ്പ്രഷൻസ്, അവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ആദ്യം ഇല്ല എന്നാ പറയാൻ പഠിക്കുന്നത്, വേണ്ട എന്നാ പറയാൻ പഠിക്കുന്നത്, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിന്റെ ആദ്യ ഭാഗം പഠിച്ചു നാം പറയാം. ആദ്യം ഇല്ല വേണ്ട എന്നാ പറയാം. എന്നിട്ട് അവർ വർത്തമാനം പറയാൻ തുടങ്ങുന്നുണ്ട്, നടക്കുന്നു, ഓടുന്നു, ചാടുന്നു. ഇങ്ങനെ ഡെവലപ്മെന്റുകൾ ഉണ്ടായി അവനൊരു 10th പ്ലസ് 2 ഡിഗ്രിയിലേക്കും ആകുമ്പോഴേക്കും പിന്നെ അവൻ യുക്തിവാദത്തിലേക്ക് പോവാൻ. അവലം യറൽ ഇൻസാൻ, ഈ കുട്ടി ചിന്തിക്കുന്നില്ലേ എന്നെ പടച്ച രക്ഷിതാവുണ്ടെന്ന്? ബഹുദൈവ ആരാധനയിലേക്ക് പോകുന്നത് അങ്ങനെയാണ്. എൻ്റെ സുഹൃത്ത് പക്ഷെ നേരത്തെ നാട്ടിൽ നിന്ന് വിളിച്ചു, ഒരു ഹിന്ദു പെൺകുട്ടി ക്രിസ്ത്യാനിയായി. അപ്പോ സംസാരിച്ചപ്പോ പെണ്ണ് പറഞ്ഞു, ഒരു എനിക്ക് ക്രിസ്ത്യാനിസത്തിലേക്ക് ചെന്നപ്പോ ഭയങ്കര എൻ്റെ ആരാധനയ്ക്കൊരു മധുരം തോന്നുന്നുണ്ട്. അപ്പം നമ്മുടെ സുഹൃത്ത് പറഞ്ഞു, ഒരുപാട് ദൈവങ്ങളിൽ നിന്നും 3ലേക്ക് എത്തിയപ്പോൾ നിങ്ങൾക്ക് മധുരം തോന്നി തുടങ്ങി, ഇനി 1ലേക്ക് എത്തിയാൽ അത് അതിമധുരമായി മനസ്സിലാക്കും. അള്ളാഹുവിന്റെ ദീൻ എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? ഇസ്ലാമിലേക്ക് എങ്ങനെ നിങ്ങൾ എത്താത്തത്? ഒരു പടച്ചവനല്ലേ പാടുള്ളൂ, ഒരാളല്ലേ അൾട്ടിമേറ്റ് പവർ എന്ന് പറയാവുന്ന, ഒരു പടച്ചവനല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. രണ്ടെണ്ണുണ്ടായ ഒരാൾ അൾട്ടിമേറ്റ് അല്ലല്ലോ. അപ്പോ ഇസ്ലാമിന്റെ ഈ ഏകദൈവ വിശ്വാസം മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാവുന്നതാണ്. ബുദ്ധിക്ക് തിരിയാത്തതല്ല അള്ളാഹുവിന്റെ ദീൻ, മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാവുന്ന വിഷയങ്ങളാണ്. എന്നിട്ടും നിങ്ങൾ തർക്കിക്കുകയാണോ? മനുഷ്യൻ താർക്കികനാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ തർക്കിക്കുന്നവനാണ്. മനുഷ്യന്റെ ഒരു സ്വഭാവം പോലും ഇതാണ്. മനുഷ്യന് തർക്കം വല്ലാതെ വർദ്ധിക്കുന്നവരാണ്. ഖിയാമത്ത് നാൾ നടക്കുമോ ഇല്ലയോ എന്ന് പോലും ലോകത്ത് തർക്കം നടക്കുന്ന സമയത്തായിരിക്കും ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് ഈ യാസീനിൽ തന്നെയാണ് അല്ലാഹു പറഞ്ഞത്. തഖുദുഹും വഹും യഖ്സിമൂൻ, അവരെപ്പോഴും തർക്കിക്കേയിരിക്കും. ലോകാവസാനം ഉണ്ടാവോ ഇല്ലേ, ഈ ലോകത്തിന് എൻഡ് ഉണ്ടാകോ ഇല്ലേ, നമ്മൾ മരിച്ചിട്ട് അടുത്ത ജന്മമുണ്ടോ ഇല്ലേ എന്ന് തർക്കം നടക്കുന്ന സമയത്ത് ആ നേരത്തായിരിക്കും ലോകാവസാനം സംഭവിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ. മനുഷ്യൻ വല്ലാത്ത തർക്കിക്കുന്നവനാണ്. വിശുദ്ധ ഖുർആൻ ഒന്നിലേറെ സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ കാര്യം മനസ്സിലാക്കി അമൽ ചെയ്യേണ്ടവരാണ്. ഒരുപാട് തർക്കിക്കുന്ന ടെൻഡൻസി ഇന്ന് വർദ്ധിച്ചു വരുന്ന കാലമാണ്. വെറുതെ തർക്കിക്കുക. തർക്കത്തിന്റെ ഒരു ലക്ഷ്യം എനിക്കാണ് മനസ്സിലായത്, നിനക്കല്ല, നിന്റേത് തെറ്റ്, എന്റേത് മാത്രമാണ് ശരി എന്നിത്യാദി മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിലെ അഹങ്കാരമാണ് ഈ തർക്കത്തിലൂടെ പുറത്തു വരുന്നത്. ഒരു തരം അഹങ്കാരമാണത്. അപ്പോഴേ തർക്കിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ ഈ തർക്ക സ്വഭാവം അള്ളാഹുവിന് ഇഷ്ടവുമല്ല. ജിദാൽ ചെയ്യാൻ പറഞ്ഞു, ബില്ലത്തി ഹി അഹ്സൻ, വളരെ മാന്യമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാവുന്നവർക്ക് ആ രീതിയിൽ പറഞ്ഞു കൊടുത്തേക്കൂ. പക്ഷേ തർക്കിക്കുന്ന സ്വഭാവം ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ്, ചിലരെന്തെയും വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കും. ജീവിതകാലം മുഴുവൻ സംശയം ചോദിച്ച് നടക്കുന്നവരുണ്ട്. മരണം വരെ സംശയം തീരൂല്ല. എപ്പോഴാ പിന്നെ അമല് ചെയ്യുക? എപ്പോഴാ പിന്നെ കർമ്മങ്ങൾ ചെയ്യുക? എപ്പോഴാ പിന്നെ അവൻ ഫുബൂത്താവുന്നത്? കാര്യങ്ങൾ മനസ്സിലാക്കി ഉറപ്പിക്കണ്ടേ? മരണം വരെ സംശയിച്ച് നടക്കണോ? ഉറപ്പുണ്ടായിട്ടൊന്ന് അമല് ചെയ്ത് ജീവിക്കണ്ടേ? മനുഷ്യൻ തർക്കിക്കും. തർക്കങ്ങൾക്ക് മേൽ തർക്കം, അതിന് മേൽ തർക്കം, മറുപടിക്ക് മറുപടി, അതിന് മറുപടി. ഇങ്ങനെ ലോകത്ത് ഒരു വിഭാഗം ഇതിനായിട്ട് നടക്കാൻ നമ്മൾ ആ വഴിക്ക് പോകണ്ട. ഓരോരുത്തരും അവനവന്റെ ജോലി ചെയ്തോട്ടെ. ഈ തർക്ക സ്വഭാവമുള്ളവർ ഇതല്ലെങ്കിൽ മറ്റൊന്ന് പിടിച്ച് തർക്കിക്കാൻ വന്നേക്കും. ഖല്ലീഹിം അലാ ബാലിഹിം അർസിലിൽ ഹബ്ല അലാ അച്ഖിഹിം, അവരവരുടെ വഴിക്ക് പോയിക്കോട്ടെ. നമ്മൾ തർക്കം നിർത്തി അമൽ ചെയ്യാൻ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇദാ അറാദല്ലാഹു ബിഖൗമിൻ ഷർറൻ, ഒരു സമൂഹത്തിന് അല്ലാഹു തആല അവന്റെ ശിക്ഷയും ഒരു സമൂഹത്തിന് നിന്ദയും അല്ലാഹു തആല കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ശഗലഹും ബിൽ ജദലി അനിൽ അമൽ, അമൽ ചെയ്യാൻ സാധിക്കാതെ കാലം മുഴുവനും തർക്കിച്ച് കാലം കഴിക്കുന്നവരാണ് അവര്. കാലം മുഴുവനും തർക്കിച്ചു തീർക്കും, അവർ അമൽ ചെയ്യൂല. അതൊരു സമൂഹത്തിന് ഷർറ് അല്ലാഹു വരുത്തി വെച്ചതിന്റെ അടയാളമാണ്. അല്ലാഹു തആല മക്കാത്ത് രക്ഷിക്കുമാറാകട്ടെ.